സ്നേഹവന്ദനം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് ഹെവൻലി ഫീസ്റ്റ് മാട്രിമോണി നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സ്വർഗീയ വിരുന്നിന്റെ വൈവാഹിക വെബ്സൈറ്റിൽ ഇന്ന് തന്നെ പേര് രജിസ്റ്റർ ചെയ്യൂ. ദ പെർഫെക്റ്റ് പ്ലാറ്റ്ഫോം ഫോർ ബിലീവേഴ്സ് ടു മീറ്റ് ദിയർ ലൈഫ് മേറ്റ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 9072202220. ഇമെയിൽ info@hfmatrimony.com. ഹെവൻലി ഫീസ്റ്റ് മാട്രിമോണി നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സ്വർഗീയ വിരുന്നിന്റെ വൈവാഹിക വെബ്സൈറ്റിൽ ഇന്ന് തന്നെ പേര് രജിസ്റ്റർ ചെയ്യൂ. The perfect platform for believers to meet their life mate. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 9072202220. ഇമെയിൽ info@hfmatrimony.com. ആഴത്തിൽ അങ്ങേ അറിയുവാൻ എന്നേശുവേ കൊതിയായിടുന്നേ. 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 അങ്ങേ അറിയൂ.
നമ്മുടെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്താൻ, നമ്മുടെ അനുഗ്രഹത്തിൽ നിന്നും വഞ്ചിക്കാൻ പല കെണികളും പിശാച് ഒരുക്കും. കാര്യം പിശാചിന് ദൈവത്തോടാണ് പ്രശ്നം. ആ പ്രശ്നം തീർക്കുന്നത് നമ്മളോടാണ്. തൻ്റെ ജീവിതത്തിൽ വരാവുന്ന ഏറ്റവും വലിയ ആഘാതമാണ് സ്വർഗത്തിൽ നിന്ന് തന്നെ എഴുതി തള്ളി, അല്ലെങ്കിൽ തള്ളി താരോട്ട് കഴിയും. സമയം കാലം വെച്ചിട്ടുണ്ട് ദൈവം. അതുവരെ താന് മനുഷ്യരെ തെറ്റിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഉള്ള ദോഷം എന്താ? ഈ ഭൂമിയിലെ അനുഗ്രഹവും വരാനിരിക്കുന്ന നിത്യതയും രണ്ടും അപകടത്തിലാകും. സോ അതുകൊണ്ടാണ് ബിവെയർ ബിവെയർ ബിവെയർ. ദൈവത്തിന് സന്തോഷം വരാറുണ്ടോ? ദൈവത്തിന് സങ്കടമുണ്ടോ? നമ്മൾ എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നാലിന്റെ 29 അതിനകത്ത് എഴുതിയിരിക്കുന്ന പദം മറ്റുള്ളവർക്ക് ആത്മീയ വർധനവ് വരുന്നതല്ലാതെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഒരു ഞായറാഴ്ച, നാളെ സഭായോഗമാണല്ലോ, ആരും സഭായോഗം ഉപേക്ഷിക്കരുത്. നാളെ രാവിലത്തെ 7:30 മീറ്റിംഗിൽ റോനക്ക് ശുശ്രൂഷിക്കുന്നതായിരിക്കും കോട്ടയത്ത്, കർത്താവിനെ വെച്ച്. രണ്ടാമത്തെ മീറ്റിംഗിൽ തോമസ് കുട്ടി ബ്രദറും ബെന്നി ബ്രദറും ഉണ്ട്. ചിലപ്പോൾ 2 മീറ്റിംഗിലും ഇരുവരും കാണും. കർത്താവ് അനുവദിച്ചാൽ നാളെ ദുബായ് മീറ്റിംഗിൽ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സോ സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്. എന്തിനാ സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്? അപ്പോൾ ഇവിടെ എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 4:29 4-ാം അധ്യായത്തിൽ വലിയൊരു വാക്ക് എഴുതിയിരിക്കുന്നു. പിശാചന് ഇടം കൊടുക്കരുത്. 2, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിനേക്കാളും വലിയതായിട്ടൊരു വാക്ക് അവിടെ എഴുതിയിരിക്കുകയാണ്, മറ്റുള്ളവർക്ക് കൊടുക്കാൻ തക്കവണ്ണം കള്ളൻ ഇനിയും കക്കാതെ മറ്റുള്ളവർക്ക്, അത് വെച്ചാൽ ലേസിനെസ് എന്ന് പറയുന്ന ദൈവത്തിന് ഇഷ്ടമില്ല. 26 അതാ എഴുതിയിരിക്കുന്നത്, 4:26. എന്താ എഴുതിയിരിക്കുന്നത്? കോപിച്ചാൽ പാപം ചെയ്യാതെ 4:25 ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുകയും നാം തമ്മിൽ അവയവങ്ങളല്ലോ. കോപിച്ചാൽ പാപം ചെയ്യരുതെന്നല്ല, പാപത്തോട് കോപം ഉണ്ടായിരിക്കണം. എന്നിട്ട് പറയാണ്, സൂര്യൻ അസ്തമിക്കോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കാര്യം എന്താ? ഇടം കൊടുത്താൽ കള്ളൻ അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും അല്ലാതെ വരത്തില്ല. അപ്പം പാപം എന്ന് പറയുന്ന ഒരു കെണിയാണ്. ഈ ആംപ്ലിഫൈഡ് വെർഷനിൽ ഒരു പ്രാവശ്യം റോനക്ക് എന്നെ കാണിച്ചത് ആ വചനം, പാപത്തോട് കോപം ഉണ്ടായിരിക്കണം. ഞാൻ ഇതുവരെ പ്രസംഗിച്ചുകൊണ്ടിരുന്നതും ഞാൻ ബൈബിളിൽ വായിച്ചിരിക്കുന്ന അനി വായിച്ചതാണ്, കോപിച്ചാൽ പാപം ചെയ്യരുതെന്ന്. പക്ഷേ ആ ആംപ്ലിഫൈഡ് വേർഷനകത്ത് ബി ആംഗ്രി ആറ്റ് എന്നുള്ള വാക്ക് വന്നു. എന്ന് പറഞ്ഞാൽ പാപത്തോട് കോപം ഉണ്ടായിരിക്കണം. പാപത്തോടെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും കൂട്ടായ്മ മാറ്റുന്ന സകലത്തോടും അകത്തൊരു ദേഷ്യമുണ്ടായിരിക്കും. അതിന്റെ കാരണം കൂടെ ഞാനിപ്പം പറയാം. താഴോട്ട് വായിച്ച് പിന്നെ പറയുന്നേ, കള്ളൻ ഇനിയും കക്കാതെ മറ്റുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന്. അപ്പം ദൈവത്തിന് അലസന്മാരെ ഇഷ്ടമില്ല. നമ്മൾ കള്ളന്മാർ കക്കാതെ പിന്നെ മറ്റുള്ളവർക്ക് ദാനം കൂടെ കൊടുക്കാനായിട്ടുള്ള സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടാകും. ആ ലെവൽ ഓഫ് സമൃദ്ധിയെ ദൈവം ആഗ്രഹിക്കും. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. കള്ളൻ ഇനിയും കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാനും ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ ചെയ്യുന്നു. അലസന്മാരെ ദൈവത്തിന് ഇഷ്ടമില്ല. ലേസിനെസ് ദൈവത്തിന് ഒട്ടും താല്പര്യമില്ല. മറ്റുള്ളവർക്ക് കൊടുക്കാനൂടെ തക്കോണം നമ്മൾ അധ്വാനിക്കണമെന്ന്.
എന്നിട്ടാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് 29 പറയുന്നത്. അപ്പൊ ദൈവത്തെ ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വായിച്ചൊന്ന് 29 ആ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനവനായി നല്ല വാക്കല്ലാതെ നല്ല വാക്ക് അല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. കാരണം നമ്മൾ വിധിക്കേണ്ടിയവരല്ല, നമ്മൾ ആരുടെയും കുറ്റം കണ്ടുപിടിക്കേണ്ടിയവരല്ല. അല്ലെങ്കിൽ മരണത്തിന്റെ വാക്ക് നമ്മൾ പുറപ്പെടുവിക്കുമ്പോൾ ആ മരണത്തിന്റെ വാക്ക് നമ്മുടെ മേൽ തന്നെ അങ്ങ് വരും. ഈ പറയുന്ന സമയത്ത് അത് അറിയത്തില്ല. ദ്രവത്വം ഉള്ള വാക്കെന്ന വചനം പറയുന്നത്. ദ്രവത്വം എന്ന് പറയുന്നത് തുരുമ്പ് പിടിക്കുന്നത്. ഇപ്പോൾ ഒരു വീട് തന്നെ കുറേ നാൾ അടച്ചിടുമ്പോൾ, കുറേ നാൾ കഴിയുമ്പോൾ ആ വെളിച്ചത്തിന് പ്രവേശനമില്ലെങ്കിൽ താനേ ദ്രവിക്കും. ഇരുട്ടിന് ദ്രവത്വമുണ്ട്. അപ്പോൾ ഇരുട്ടിന്റെ പ്രവൃത്തികൾക്കും ദ്രവത്വമുണ്ട്. അത് പെട്ടെന്ന് പിടി കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന് അവരോട് കരുണ തോന്നട്ടെ എന്നല്ലാതെ നമ്മൾ വിധിക്കാനോ നമ്മൾ മറുപടി പറയാനോ നമുക്ക് അനുവാദമില്ല. കാര്യം നാം നമുക്കുള്ളവയല്ല, യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. നമുക്ക് വിധിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം നിരപ്പിൻ്റെ ശുശ്രൂഷ ആണ് ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിൽ ഇരുന്ന് ദൈവം നമ്മളോട് നിരപ്പിൻ്റെ ശുശ്രൂഷ എന്ന ഗോസ്പൽ ഓഫ് റീകൺസിലിയേഷൻ, അല്ലാതെ ഗോസ്പൽ ഓഫ് കണ്ടംനേഷൻ അല്ല ഇത്. എന്നിട്ട് പറയാണ് അടുത്ത വാക്ക്, നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദുഃഖിപ്പിക്കരുത്. അവൻ ദൈവത്തിന് ദുഃഖം വരുവോ? വരും. എപ്പോഴാ വരുന്നെന്നും കൂടെ പറയാം. ഇതേ പദം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലും വായിക്കും. ദൈവത്തിന് ദുഃഖം വന്നിട്ട് ഫ്രസ്ട്രേഷനായി എന്നാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 6-ാമത്തെ അധ്യായം, അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ themselves whom they chose, and അതിൻ്റെ 3-ാമത്തെ വാക്യം the giants. അപ്പോൾ ദൈവം മനുഷ്യനിൽ 6-ാമത്തെ വാക്യം വായിച്ചു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ദൈവം അനുതപിച്ചു എന്ന് പറഞ്ഞാൽ ഗോഡ് വാസ് ഗ്രീവ്ഡ് എന്ന. ഇതേ ഗ്രീവ്ഡ് എന്ന് പറഞ്ഞ വാക്കാണ് എഫീഷ്യർ 4 വീണ്ടും എഴുതിയിരിക്കുക. ഗ്രീവ്ഡ്. അപ്പൊ ദൈവത്തിന് ദുഃഖം ഉണ്ടാകുമോ, സങ്കടം ഉണ്ടാകുമോ? ഉണ്ടാകും. കാരണം എന്താ? ദൈവം ആദ്യമേ തന്നെ മനുഷ്യനെ എന്തിനാ ഗ്രീവ്ഡ് ആകാൻ കാരണം? ഈ 6-ാമത്തെ അധ്യായം സാധാരണ ആരും തൊടാറില്ല. ഒരു വാക്ക് മാത്രം തൊടും. നോഹയ്ക്ക് കൃപ കണ്ടെത്തി. പക്ഷേ ഇവിടെ യു വിൽ ഫൈൻഡ്, ആൻഡ് കർത്താവ് അനുവദിച്ച് വി വിൽ ഗോ ഇൻ ടു ഇറ്റ്. ബട്ട് ഞാൻ പറയുന്നത് ഗോഡ് വാസ് ഗ്രീവ്ഡ്. ഇവിടെ പറയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇസ് ദർ എനി കണക്ഷൻ? ഈ 2 വചനം തമ്മിൽ എവിടെയെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 24 ഒന്ന് വായിച്ചാൽ അത് കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വരുമ്പോൾ നമുക്ക് കണക്ഷൻ മനസ്സിലാവും. 24-ാം വാക്യം, 4-24. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ഇന്നിപ്പം വിശ്വസിക്കുന്നവർ എങ്ങനെയാ സൃഷ്ടിക്കപ്പെട്ടത്? ദൈവാരൂപനായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ. അപ്പം പുതു മനുഷ്യനെ ആക്കാനായി യേശു ക്രൂശിൽ മരിച്ചത്, ഉയർത്തെഴുന്നേറ്റത്. അപ്പം പുതു മനുഷ്യന്റെ സ്റ്റാൻഡേർഡ് എന്തായിരിക്കണം? സ്റ്റാൻഡേർഡ് 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യമാണ്.
എഫീഷ്യർ 5 ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ദൈവത്തിനെ അനുകരിപ്പിൻ. അതാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. ദൈവത്തിന്റെ പ്രതീക്ഷ അവിടെയാണ്. പ്രിയ മക്കൾ എന്ന പോലെ എല്ലാ കാര്യത്തിലും ദൈവമാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്, മനുഷ്യരല്ല, നമ്മുടെ കൾച്ചറല്ല, നമ്മുടെ രാജ്യമല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യക്കാരൻ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, പറ്റത്തില്ല. നിങ്ങൾ സ്വർഗത്തിലെ പൗരനാണ്. ഞാൻ ആയിരിക്കുന്ന ഇപ്പോഴത്തെ ഏജിൽ ഇങ്ങനെയൊക്കെയാ അല്ല. ദൈവം എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ നടക്കാൻ, അതായിരിക്കണം നമ്മുടെ ലെവൽ. അവിടെ വരെ നമ്മൾ എത്തിയിട്ടുണ്ടോ? ഞാൻ എത്തിയിട്ടില്ല, എത്താനുള്ള ശ്രമത്തില. എൻ്റെ എല്ലാ ദിവസത്തെ ഇപ്പോഴത്തെ പ്രാർത്ഥന ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, കർത്താവ് എനിക്കൊന്ന് അനുഭവിക്കണം. അപ്പം 24:4 ദൈവാരൂപനായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. അപ്പം ആ മനുഷ്യനെ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താ? ഇതാ വായിച്ചേ, 5:1. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ. അപ്പം സ്നേഹത്തിൽ നടക്കുക എന്ന് പറയുമ്പം അത് തന്നെ ഒരു യാഗമാണ്. അമ്മയുടെ സ്നേഹം, അപ്പന്റെ സ്നേഹം, അപ്പനും അമ്മമാരുടെ സ്നേഹം മക്കളെക്കുറിച്ച് അവർക്ക് സ്വാർത്ഥതയില്ല. മക്കൾ അവരെക്കാളും ബെസ്റ്റാകണം. അപ്പം ചിലതൊക്കെ അവർ പറയത്തില്ല, അവരുടെ മനസ്സിൽ കാണും. കാര്യം എന്ന് ചോദിച്ചാൽ മക്കളെ എന്തിനാ നൊമ്പരപ്പെടുത്തുന്നത്? അപ്പോൾ യേശു നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് നമ്മളോട് ആരോടും ഒന്നും പറഞ്ഞില്ല, സ്വയമേ അത് മുഴുവൻ ഏറ്റെടുത്തു. വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ കൊണ്ടുവന്നപ്പം ഞാനും നിന്നെ ഒന്നും ചെയ്യുന്നില്ല, നിന്നെ എറിയാൻ വന്നവരെവിടെ, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, എന്നാൽ നീ ഇനി പാപം ചെയ്യരുത് എന്ന് പറയുമ്പോൾ ആ വ്യഭിചാര ചെയ്തവളുടെ പാപം യേശു തന്റെ മേൽ ചുമന്നു. തന്റെ വഴിയാത്രയിൽ ചുങ്കക്കാരന്റെയും പാപികളുടെയും തന്റെ അടുക്കൽ വന്ന എല്ലാവരുടെ കുറ്റവും കുറവും താൻ തന്റെ മേൽ എടുത്തു. അതായിരുന്നു അവസാനം പാപമാക്കി മാറ്റിയ ക്രൂശിലെ വിരൂപമായ. നമ്മൾ ഇന്നലെ റോനക്ക എന്നോട് പറയായിരുന്നു, പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ നമ്മൾ ക്രൂരത കണ്ടെങ്കിൽ യേശു ക്രൂശിക്കപ്പെട്ടതിൻ്റെ അതിൻ്റെ 0.01% പോലും കാണിക്കാൻ പറ്റത്തില്ല മൂവിയിൽ. അതുപോലെയാണ് യേശുവിൻ്റെ യഥാർത്ഥമായ വിരൂപം എന്ന് പറയുന്നത്. തൻ്റെ അസ്ഥികൂടം കാണാമായിരുന്നു, തൻ്റെ പുറം ഉഴുവച്ചാൽ പോലെ ആക്കിയെന്ന് എഴുതുമ്പോൾ അതിൻ്റെ വ്യാപ്തി എന്തായിരുന്നു നിങ്ങൾ ഓർത്തുള്ളൂ. തൻ്റെ കണ്ണ് ചുഴിലെടുക്കുന്ന പോലെയായിരുന്നു. സോ ഇറ്റ് വാസ് സോ വേഴ്സ്. റോണക്ക് അത് ഡിസ്ക്രൈബ് എന്നോട് ചെയ്യാൻ, ദാറ്റ് വി ഹാവ് ടു ഫോർഗെറ്റ്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ബി. ഞാൻ നിങ്ങളെ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ പ്രസംഗിച്ചു എന്ന് പൗലൂസ് പറയുമ്പോൾ ഇറ്റ് വാസ് സോ ബാഡ് ആൻഡ് ദിസ് വാസ് റിയൽ. യേശു വാസ്തവത്തിൽ ക്രൂശിക്കപ്പെട്ടത്. ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, യേശു എന്ന് പറഞ്ഞ ആളേ ഇല്ലായിരുന്നു. യേശു എന്ന് പറഞ്ഞ ആളില്ല എന്ന് പറയുമ്പോൾ അപ്പുറത്തെ വശം ഇല്ലെന്ന് പറയാന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉണ്ടെന്ന്. കാറ്റില്ല ഇപ്പം എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റെന്ന് പറയുന്ന സാധനമുണ്ട്, ഇപ്പം ഇവിടെ ഇല്ല. സോ ഗോഡ് അപ്പം ഈ സ്റ്റാൻഡേർഡിൽ നടക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ അനുകരിപ്പിന്ന് പറഞ്ഞാൽ ദൈവം സംസാരിക്കുന്ന പോലെ സംസാരിക്കണം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക്, കേൾക്കുന്നവർക്ക് കൃപ തോന്നുന്ന വിധം 29 നല്ലതല്ലാത്ത കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് ആകാത്തതൊന്നും. ഇന്നലെ എനിക്ക് ഒരു ശുശ്രൂഷകനോട് ഞാൻ തമാശ പറഞ്ഞു, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു ശുശ്രൂഷ,
പക്ഷെ അദ്ദേഹത്തിന് അതൊരു വിഷമമുണ്ടായി. വിഷമമുണ്ടായെന്ന് വെച്ചാൽ പലരും അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി. ആണോ, അങ്ങനെയാണോ എന്ന് ചോദിച്ചു. ഈ പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ അവിടെ ഓർഡിനേഷൻ, യൗവനക്കാരായ കുറേ പേര് യൂത്ത് മിനിസ്റ്റേഴ്സായിട്ട് ഓർഡൈൻ ചെയ്യുക. ഓർഡിനേഷനൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷമായിരുന്നു. അതിനുശേഷം അതിൻ്റെ ഒരു കൂട്ടത്തിലുള്ള ഒരു യൗവനക്കാരൻ പിന്നീട് എന്നോട് കണ്ടപ്പം പറയായിരുന്നു, ഇന്നത്തെ മെസ്സേജ് കഴിഞ്ഞപ്പം ആണ് ഞാനിത് തങ്കുബ്രദറിനോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ എന്നെ പറ്റി ആ ഓർഡിനേഷൻ സമയത്ത് എനിക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. എന്നാൽ അതിന് ശേഷം ഇന്നലെ ഞാൻ ആ ശുശ്രൂഷകനോട് ഇത് പറഞ്ഞു. അതിന് ശേഷം ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, എന്നാലും നിനക്കും കിട്ടേണ്ടതല്ലായിരുന്നോ? എനിക്ക് വലിയ വിഷമമായിപ്പോയി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതുവരെ മനസ്സിലൂടെ പോലും പോയില്ല എനിക്കിത് കിട്ടണമെന്നോ എന്താണെന്നോ ഒന്നും. പക്ഷേ ഒരാൾ വിളിച്ച് നിനക്കും ഇത് കിട്ടേണ്ടതാണെന്ന് പറഞ്ഞപ്പം മുറിവായിപ്പോയി. അതുപോലെ ഈ ശുശ്രൂഷ എനിക്ക് ഇന്നലെ ഒരു വലിയൊരു പാഠമായിരുന്നു. തമാശ പോലും പറയേണ്ട, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, അത് എനിക്കും അത്തരാൻ തോന്നില്ല, പക്ഷെ പലരും വിളിച്ച് ആണോ എന്ന് ചോദിച്ചപ്പം ഐ ജസ്റ്റ് ജോക്ഡ് അറൗണ്ട് പോലും പാടില്ല എന്ന് ഇന്നലെ ഒരു ബോധ്യമായി എനിക്ക്. ഒരു ദിവസം നമ്മൾ നന്നാകുവാണല്ലോ. അദ്ദേഹത്തിൻ്റെ ആ ശുശ്രൂഷകന്റെ നന്മ ശുശ്രൂഷകൻ എന്നോട് വിളിച്ച് തന്റെ മനപ്രയാസം പറഞ്ഞത്. സോ ഇവിടെ അതുകൊണ്ടാണ് ഒന്നുകൂടെ വായിച്ചതിന്, മറ്റുള്ളവർക്ക് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഈ വാക്യവും 6-ാം വാക്യവും 36 തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. ആ 5-ാമത്തെ അധ്യായത്തിൽ വീണ്ടും പറയാണ്, യേശു സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദകരമായി നടന്നു എന്ന് പറഞ്ഞ ശേഷം എന്താ പറയുന്നത്? ദുർനടപ്പ്, യാതൊരു അശുദ്ധിയും, അത്യാഗ്രഹം നിങ്ങളുടെ ഇടയിൽ പേര് പോലും പറയരുത്. കാര്യം എന്താ? ദൈവാരൂപനായ വിശുദ്ധിയിലും നീതിയിലും സൃഷ്ടിക്കപ്പെട്ടു പുതിയ മനുഷ്യൻ. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്. എന്റെ വായിന്ന് വന്നത് കളിവാക്കായിരുന്നു. അതും പാടില്ലെന്ന്. കളിവാക്ക്, ചേർച്ചയല്ലാത്ത, എന്തിനോട് ചേർച്ചയില്ലാത്ത, ദൈവത്തിന്റെ വായിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്നും 1% കുറയുന്ന വാക്കുകൾ, പ്രവർത്തികൾ നമ്മളിൽ നിന്നും വരാൻ പാടില്ല. ദൈവം ദുഃഖിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പം അതാണ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ അതിൻ്റെ അടുത്തുപോലും ഞാൻ എത്തിയിട്ടില്ല. എൻ്റെ ശ്രമമായിപ്പോൾ അതിനെനിക്ക് സഹായകൻ വേണം, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചാൽ മാത്രമേ എനിക്ക് ഈ പറയുന്നത് എത്താൻ പറ്റത്തുള്ളൂ. നോ, ഇവിടെ 6:6 ഉൽപ്പത്തി പുസ്തകം 6:6 എന്തുകൊണ്ട് ദൈവം മടുത്തു എന്ന് പറയാം? ഓർത്ത് നോക്കിക്കേ, ദൈവം മടുത്തു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് ദൈവം അനുതപിച്ചു എന്ന് പറയുമ്പോൾ got frustrated എന്ന് പറയാം. he was grieved in English. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. അതിന്റെ കാരണം എന്താ? അതിന്റെ 5-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയത്തിനകത്തെ വിചാരം നിരൂപണമൊക്കെ എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്ന് ദൈവം കണ്ടു. ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ ദൈവം കണ്ടു. ഞാൻ ചോദിക്കട്ടെ, അതേ ഒരു കാലഘട്ടത്തിലാണോ നമ്മളിപ്പോൾ നിൽക്കുന്നത്?
ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ ഓർത്ത് നോക്കിക്കുക. ഗോഡ് ക്യാൻ, ഒരു സൃഷ്ടിയുടെ നിരൂപണം പോലും അവനിൽ നിന്ന് മറവായിരിക്കുന്നില്ല. ഇത് കണ്ടപ്പം ദൈവത്തിന് ദുഃഖം വന്നു. ഗോഡ് വാസ് ഗ്രീവ്ഡ്. ഇതേ ഗ്രീവ്ഡ് എന്നുള്ള വാക്കാണ് എഫീഷ്യർ 4. കാരണം എന്താ? വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ഗോഡ് ടു ക്രിയേറ്റ്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാ മനുഷ്യനെ സൃഷ്ടിയെ എവിടെ എത്തിയെന്ന് നോക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം, എവിടുന്ന് എവിടെ വരെ ദൈവം. അതുപോലെ തന്നെ തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ തന്നിൽ വിശ്വസിക്കുന്ന നമുക്ക് ആ ദൈവാരൂപനാക്കിയിരിക്കുന്നു. ഞാൻ ഇന്ന് ഇത് പറയുന്നത് ഭൗതിക നന്മകളെ അല്ലെങ്കിൽ ജീവിതത്തിലെ അസാധ്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഒരു വാതിൽ പോലും തുറന്നിരിക്കത്തില്ല. ഞാൻ തന്നെ മുൻപിൽ ചെല്ലും, ദുർഘട മാർഗം ഞാൻ നേരെയാക്കും, ഇരുമ്പോടാമ്പിലെ തല്ലി തകർക്കും, ഇരുട്ടന്റെ ഗുപ്തനിധികൾ ഞാൻ നിനക്ക് തരും. ആർക്കാ? തനിക്ക് ഉറപ്പുണ്ട് ഇത് ഇവരെ ഏൽപ്പിച്ചാൽ അവിടെയും യേശുവിനെ ഉയർത്തും, ദൈവത്തെ മഹത്വപ്പെടുത്തും. വായിച്ചു അനി. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്. അപ്പൊ നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഇമേജിലും ലൈക്ക്നെസ്സിനും ആണ് ആദാമിനെ ദൈവം ഉണ്ടാക്കിയത്. ആ വ്യക്തി ഇന്ന് എത്തിയിരിക്കുന്നത് 6-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലാണ്. ദൈവത്തിനകത്ത് ദുഷ്ടതയില്ല. ദൈവത്തിൽ ദുഷ്ടതയില്ല. തൻ്റെ സ്വന്തം സ്വരൂപത്തെയും തൻ്റെ സ്വന്തം സാദൃശ്യത്തെയും ത്തിലാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. It was so perfect that they didn't even realize. അവരുടെ ഇല്ലായ്മ, അവരുടെ നഗ്നത പോലും മനസ്സിലായില്ല എന്ന് പറയുമ്പം ദൈവത്തിന് ചോദിക്കുന്നതിന് വന്നു, Who told you you are naked? They were so perfect, covered with glory. അതായിരുന്നു ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ. ഇതാണ് നിങ്ങൾ 4 സുവിശേഷങ്ങളിലും യേശു പറഞ്ഞ പല പദങ്ങൾ നോക്കുമ്പോൾ യേശു പറയുന്നത് ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? പിതാവ് യേശുവിലൂടെ നമ്മളോട് പറയാ, ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ, മാസ്റ്റർ ആഗ്രഹം കാണണോ? ഉൽപ്പത്തി 1-ൽ പോയി കാണും. അവിടെയാണ് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ ഇതിൽ ഞങ്ങൾ ഇങ്ങനെ ആകണം പറയരുത്. ഇതിൻ്റെ ഡോൺസ് എനിക്ക് ഡോൺസും എൻ്റെ ഡു എനിക്ക് ഡു ആകുവാണല്ലോ ഇൻ എവറി ഏരിയ. ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ശുശ്രൂഷ ദൈവത്തിൻ്റെ സ്വഭാവം ഇല്ലെങ്കിലും ശുശ്രൂഷ നടക്കും. കൃപാവരങ്ങൾ ദൈവം തിരിച്ചെടുക്കത്തില്ല. പക്ഷേ ഹി വിൽ ബി ഗ്രീവ്ഡ്. മനുഷ്യനോട് ഗ്രീവ്ഡായി. ഹോളി സ്പിരിറ്റ് ഇവിടെ ഗ്രീവ്ഡായി. ഇവിടെ സംഭവിച്ചത് അടുത്ത വാക്കാണ്. പക്ഷെ നോവ ഇതിൻ്റെ ഇടയിൽ ദൈവത്തിൽ നിന്നും കൃപ, ഫൗണ്ട് ഗ്രേസ്. 7-ാമത്തെ വാക്യം വായിച്ചേ. 7. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. ഇനി അതിനെ ദൈവം അങ്ങ് ഗ്രീവ്ഡായിട്ട് പറയാം, അബദ്ധമായി പോയി ഇവരുണ്ടാക്കി, അതുകൊണ്ട് ഞാൻ തുടച്ച് കളയും. നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും. God is God. He can do anything. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു. ഞാൻ ഗ്രീവ്ഡ് ആണ്. ഐ എം ഗ്രീവിംഗ്. ഐ എം സോറി.
I feel sorry that I have made them now. പക്ഷെ അതിൻ്റെ ഇടയിൽ there was a pause. There was a pause. വായിച്ചേ. ഞാൻ അനുതപിക്കുന്നുവെന്ന് ദൈവം അരുളി ചെയ്തു. എന്നാൽ എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഒരാളുണ്ടായിരുന്നു, നോഹയ്ക്ക്. എന്നാൽ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. And Noah found grace. So God said, okay, ഒരുത്തനെ കിട്ടിയല്ലോ. ഈ ഭൂമിയിലുള്ള 800 കോടി തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടിട്ടാണ് ഇവിടെ വിട്ടത്. പക്ഷേ വളർന്നോറും ഈ ലോകത്തിൻ്റെ വളവും വഷളത്വവും കയറി ലോകത്തിന് അനുരൂപരായി. അയക്കപ്പെട്ടത് ദൈവാരൂപനാകാൻ. അതിൻ്റെ ഇടയിലാണ് പിതാവ് നമ്മുടെ ഹൃദയം തുറന്നിട്ടും ആ ഹൃദയ കാഠിന്യം നമ്മൾ വായിക്കുമ്പോൾ ഈ നോഹയുടെ ഈ ആദാമിൻ്റെ വീഴ്ച വരെ നിയമവും ഇല്ല, ഒന്നുമില്ല. തൻ്റെ അനുസരണക്കേടിലാണ് മനസാക്ഷി ഉണ്ടായത്. പിന്നീട് മനസാക്ഷിയുടെ യുഗം ആരംഭിക്കുക, മോശ വരെ. നോയെ ഒഴികെ വെള്ളത്താൽ മുഴുവൻ, ജസ്റ്റ് ഇമാജിൻ ഒരു സൃഷ്ടി മുഴുവൻ വെള്ളത്തിൻ്റെ അടയെ മുങ്ങി തീരുക. പത്രോസ് പറയാ, ഇനിയും ദൈവം വെള്ളത്താലല്ല ലോകത്തെ നശിപ്പിക്കാൻ പോകുന്നത്. ഭൂമിയുടെ മൂലപദാർത്ഥങ്ങൾ പോലും വെന്തരിയും. പക്ഷെ അതിന് മുമ്പേ നിങ്ങൾക്കും എനിക്കൊരു സദ്വർത്താനമുണ്ട്. രക്ഷിക്കപ്പെടാൻ ഒരു മാർഗമുണ്ട്, ഒരു നാമം നൽകിയിട്ടുണ്ട്, സഹായകനായ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. ആൻഡ് ദ മോർ യു വാക്ക് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് ഈ ഓരോ ദിവസവും നമ്മളെ തന്നെ, ഇന്ന് രാവിലെ ടൈം അലോൺ ചെയ്തുകൊണ്ടിരുന്ന, ഫൈനലി ഐ റീച്ച്ഡ് 2 കൊരിന്ത്യർ 13 വായിച്ചു. Isn't it glorious? I can feel the glory of God so much. And when the fullness of time came, God sent His own Son in the likeness, born from a woman, in the likeness of you and me. And out of His fullness, the resurrected Jesus, we all have found grace for grace. കൃപ മേൽ കൃപയല്ല, കൃപയ്ക്ക് വേണ്ടി കൃപ. കൃപ എന്ന് പറയുന്നത് മാറ്റം. കൃപ എന്ന് പറയുന്നത് പവർ which can change you and me. Which changed the heart of God. Found grace. Blessed be the name of Jesus Christ. 2 കൊരിന്ത്യർ 13 അധ്യായത്തിൽ I was stuck there for quite some time in prayer. 2 കൊരിന്ത്യർ 13 അധ്യായത്തിൽ അതിൻ്റെ 5-ാമത്തെ വാക്യം. എക്സാമിൻ യുവർ സെൽഫ്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ.
എക്സാമിൻ, എക്സാമിൻ യുവർ സെൽഫ് വെദർ യു ആർ ഇൻ ഫെയ്ത്ത്. എക്സാമിൻ യുവർ സെൽഫ് വെദർ യു ആർ ഇൻ ഫെയ്ത്ത്. നിങ്ങൾ വിശുദ്ധിയിലാണെന്ന് നിങ്ങൾ എക്സാമിന് ചെയ്യുന്നില്ല. വിശ്വാസം, കാര്യം എന്താ? വിശ്വാസം ഇതിൻ്റെ എല്ലാ ആധാരം. വിശ്വാസത്തിന്റെ ആധാരം എന്താ? സ്നേഹം, ലവ്. I love Jesus. I love the Holy Spirit. അപ്പം ഞാൻ ജീവിതത്തിൽ തെറ്റേ ചെയ്തിട്ടില്ല. ഒത്തിരി ദൈവത്തെ കോപിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ദുഃഖിപ്പിക്കേണ്ടെന്ന്. ഓരോ ദിവസവും സ്നേഹം രുചിച്ചറിയും തോറും I don't want to. And I am afraid of myself and say, Holy Spirit, help me to be what it is, as it is, which is written in the word. അതിന്റെ പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് എവിടെ എഴുതിയിരിക്കുന്നു? സാധ്യത. എക്സാമിൻ യുവർ സെൽഫ്, എക്സാമിൻ യുവർ സെൽഫ് ആസ് വെദർ യു ആർ ഇൻ ഫെയ്ത്ത്. ഇപ്പോഴും നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണ്. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം, പല അനുഭവങ്ങൾ മുറിവേറിയതായിരിക്കാം. പല ഈ വിശ്വാസത്തെ കുറിച്ച് കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവരോട് എനിക്ക് ദേഷ്യമല്ല വരുന്നത്. അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായ മുറിവേറ്റ അനുഭവങ്ങൾ കണ്ടേക്കാം. മൈറ്റ് ബി. വിമർശിക്കുന്നവർ അവരുടെ ആംഗിളിൽ നോക്കുമ്പം അവർ ശരിയാണ്. And I don't find fault with them. I don't want. Because അവർ കണ്ട ഒരു ലെവൽ അത് കാണുന്നുണ്ട്. ഇന്നലെ I received an email where a daughter, ഒരു മകള് തൻ്റെ അപ്പനെ പൊറുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു ഇമെയിൽ. Her angle is correct, but then വെറുക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോരുത്തരുടെ ആംഗിൾ അല്ലെങ്കിൽ ഓരോരുത്തരെ വിമർശിക്കാനുള്ള കാരണം, ഇപ്പം ചർച്ചയിൽ നിന്ന് ചിലർ വിട്ടുപോകും, അവർ മാറി നിന്ന് എന്നെ വിമർശിക്കും. അത് അവരുടെ തെറ്റായിട്ടല്ല ഞാൻ കരുതുന്നത്, എൻ്റെ തെറ്റാണ്. ഞാൻ അവരുടെ കൂടെ അവരെ പരിപാലിച്ചില്ല, അല്ലെങ്കിൽ അവരെ കൂടെ അധികം സമയം ചെലവഴിച്ചില്ല. എൻ്റെ കുഴപ്പം, എൻ്റെ കുഴപ്പം. അതിന് എന്താ? എല്ലാ ദിവസവും എക്സാമിൻ യുവർ സെൽഫ്. കാരണം എൻ്റെ ഇപ്പുറത്തൊരു വാഗ്ദത്തം നിൽപ്പുണ്ട്. ലോകത്തിലെ ഭൂമിയിലെ സകല രാജ്യങ്ങളെക്കാളും ഞാൻ ഉന്നതനാക്കും. എപ്പോഴാ? ഞാൻ ചോദിക്കട്ടെ, എത്രയോ ശിഷ്യന്മാരുണ്ട്. 11 ശിഷ്യന്മാർ 120 പേരുടെ മേലാണ് അഗ്നി ഇറങ്ങിയത് പെന്തക്കോസ്ത് നാളിൽ. പക്ഷേ കൊർണോലിയോസിന്റെ ഭവനത്തിൽ അയക്കുമ്പം പത്രോസിന്റെ പേര് മാത്രം എന്തിനാ പറഞ്ഞു? പത്രോസ് യോഹന്നാനും പോട്ടെ എന്ന് പറഞ്ഞില്ലല്ലോ, പത്രോസിനെയാ പെട്ടു. അതിന്റെ കാരണം പത്രോസിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന തെറ്റുകൾ തൻ്റെ ജീവിതത്തിലൊരു പാഠമാണ്. ഞാൻ നിന്നെ മരണത്തോളം കാണുമെന്ന് പറഞ്ഞ ആളാ തള്ളി പറഞ്ഞു. വീണ്ടും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടാ മീൻ പിടിക്കാൻ പോയത്. തനിക്ക് തെറ്റ് മനസ്സിലായി. നീ ഇതിനേക്കാളും അധികം എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പൊടിഞ്ഞ് തീർന്ന് നശിച്ചു പോയെന്ന് പറയാം. എന്നുവെച്ചാൽ ഓർത്ത്, യേശു തൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് യാചിക്കുക, ഇവയെക്കാളും അധികം നീ എന്നെ സ്നേഹിക്കും. തൻ്റെ അകത്ത് ആ ഇംപ്രഷൻ വീണ് കഴിഞ്ഞു. ഞാനതാ കഴിഞ്ഞ സൺഡേ, ഐ തിങ്ക് ദിസ് സൺഡേ യു വിൽ ഹിയർ ദാറ്റ്. The imprint of God's calling when you encounter Him personally. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് ഉറപ്പുണ്ട്, പത്രോസിനെ വിട്ടാൽ പത്രോസിന്റെ മിനിസ്ട്രിയെ കുറിച്ച് പറയത്തില്ല, ഒരാളെ മാത്രമേ ഉയർത്തത്തുള്ളൂ, യേശുവിനെ. ആ ട്രസ്റ്റ്, ആ ഉറപ്പ് ദൈവത്തിന് നമ്മളിൽ ഉണ്ടാകണം. നമ്മളെ അയച്ചാൽ നമ്മളുടെ കാര്യമോ നമ്മുടെ മിനിസ്ട്രിയോ അല്ലായിരിക്കും അവിടെ പ്രദർശിപ്പിക്കുന്നത്. യേശുവിനെ ഉയർത്തി മടങ്ങി വരും. നമ്മൾ
ഏത് ദേശത്താണോ, നമ്മൾ ഏത് രാജ്യത്തിലാണോ, ആ രാജ്യത്തിന് നമ്മളൊരു അനുഗ്രഹമാണ്. വി ആർ എ ബ്ലെസ്സിങ് ടു ദാറ്റ് നേഷൻ wherever we are, because we are embodied love or God walking on earth. ആ ലെവലാണ് യേശു കണ്ടിരിക്കുന്നത് നിങ്ങളെയും എന്നെ കുറിച്ച്. ഇവിടെ പറയാം, എക്സാമിൻ യുവർ സെൽഫ് വെദർ ഇൻ യോഴ്സ് യു ആർ ഇൻ ഫെയ്ത്ത്, ടെസ്റ്റ് യുവർ സെൽഫ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഇസ് ഇൻ യു. വായിച്ചേ. നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യണം. യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ്, സോവറിൻ ലോർഡ് നിങ്ങളിലുണ്ട്, എന്നിലുണ്ട്. ആൻഡ് ദർ ഇസ് നോ കോംപ്രമൈസ്. ദർ ഇസ് നോ കോംപ്രമൈസ്. വായിച്ചേ. അൺലെസ് ഇൻഡീഡ് യു ആർ ഡിസ്ക്വാളിഫൈഡ്. ഞങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങൾ അറിയുമെന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൊള്ളാകുന്നവരായി തോന്നേണ്ടതിനല്ല, ഞങ്ങൾ കൊള്ളരുതാത്തവർ എന്ന പോലെ ഇരുന്നാലും നിങ്ങൾ നന്മ ചെയ്യേണ്ടതിന്. നിങ്ങൾ നന്മ ചെയ്യും എന്താ വെച്ചാൽ ഞങ്ങളെ നോക്കണ്ട. നിങ്ങൾ എന്തും പറഞ്ഞോ, പക്ഷെ നിങ്ങൾ ക്വാളിഫൈഡ് ആകണം. അപ്പോൾ തന്നെ പൗലോസ് പറയുന്ന മറ്റൊരു സ്ഥലത്ത്, മറ്റുള്ളവരോട് ഞാൻ സുവിശേഷം പറഞ്ഞ ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനാകാതിരിക്കാൻ ഞാൻ എൻ്റെ ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യുന്നു. സോ ഗോഡ്, ദൈവം എന്ന് പറയുന്നത് വികാരമില്ലാത്തതല്ല. ഗതിഭേദത്താൽ തനിക്ക് ആച്ഛാദനം വരത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും ഗതി മാറത്തില്ല. ദൈവം സ്നേഹമാണ്. പ്രത്യേകിച്ചും ഇന്ന് ക്രിസ്തുവിലൂടെ നമ്മളെ അതിസ്നേഹത്താലും വാത്സല്യത്താലും, അതുകൊണ്ട് കൃപയാലല്ലോ, പ്രവൃത്തി മൂലമല്ല നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്, വിശ്വാസത്താൽ. അതും നിങ്ങൾ കാരണമല്ല. ഇത്രയും വലിയൊരു രക്ഷ സൗജന്യമായി കിട്ടിയിരിക്കുക. ഈ രക്ഷയ്ക്കകത്ത് ദൈവത്തിൻ്റെ നേച്ചർ, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ കഴിവ്, ഇത് മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അകത്ത് കൊണ്ട് തന്നിരിക്കും. ആൻഡ് വി ഗെറ്റ് ട്രാൻസ്ഫോംഡ് എവറി ഡേ. നമ്മളെല്ലാം എല്ലാ ദിവസവും ഇന്നലത്തെക്കാളും കുറച്ചുകൂടെ ഞാൻ മെച്ചപ്പെടാനുള്ള ശ്രമം നോക്കുക, ശ്രമിക്കുക. ഞാനൊരു കാര്യം പറയാം, ആഗ്രഹിച്ചാൽ ആഗ്രഹങ്ങൾ നിവർത്തിക്കപ്പെടും. ഗ്രേസ് ഹാസ് ദ പവർ ടു ചേഞ്ച്. കൃപ മാറ്റം വരുത്താനുള്ള ശക്തിയാണ്. അതാണ് പൗലോസിനോട് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി. ഗ്രേസ് ഇസ് ദ പവർ. തികഞ്ഞു വരും. 2 കൊരിന്ത്യർ 9:8 എൻ്റെ കൃപ പെരുകുമാറാക്കും. ഇന്ന് രാത്രിയും എവിടെയൊക്കെയാണോ എന്നെ തന്നെ ശോധന ചെയ്യണം, വേറെ ആരെയും ശോധന ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളെ ശോധന ചെയ്യാനായിട്ട് ആരുമല്ല, അത് ദൈവം ശോധന ചെയ്യും. ഞാൻ എന്നെ തന്നെ നോക്കണം, എക്സാമിൻ ചെയ്യണം. ഒരു ഡോക്ടർ എക്സാമിൻ ചെയ്യുന്ന പോലെ, കാണാമല്ലേ സ്റ്റെതസ്കോപ്പ് ഒക്കെ ഇട്ട് എന്ന് പറഞ്ഞ പോലെ ഞാൻ എന്നെ തന്നെ എക്സാമിൻ ചെയ്യണം. വേറെ ആരെയും എക്സാമിൻ ചെയ്യാൻ എനിക്ക് അർഹതയില്ല. എനിക്ക് ആരെയും കുറ്റം കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കാര്യം അവർ എന്നെക്കാളും ശ്രേഷ്ഠമാണ്. ഞാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. ഐ എം ട്രൈയിങ് ടു. അപ്പം ദൈവത്തിന് സങ്കടം വരുന്ന, ഗ്രീവ്ഡ് വരുന്നത്, ദൈവം എന്നെ കണ്ടിരിക്കുന്ന ഇവിടെയും ഞാൻ ഇവിടെയാണ്, വെറും മനുഷ്യരെ പോലെ. പൗലോസ് പരിശുദ്ധാത്മാവിൽ എഴുതുക 1 കൊരിന്ത്യർ 3 നിങ്ങൾ വെറും മനുഷ്യരെ പോലെയായോ. വായിച്ചേനി ഇങ്ങോട്ട് ഒരു ഇത് വരാം.
1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്കൊന്ന് വായിച്ച്. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് രാത്രിയും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ അതിശക്തമായ മഹത്വമേറിയ സാന്നിധ്യത്തിൽ മാനസാന്തരപ്പെടേണ്ടിയവർ മാനസാന്തരപ്പെടണം. ചിലർ പറയും എനിക്ക് ഈ സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല. തെറ്റാണ്. കൃപയ്ക്ക് മാറ്റാനുള്ള ശക്തിയുണ്ട്. പ്രാർത്ഥിക്കണം, കർത്താവെ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം തന്നെ മാറ്റിക്കളയണം. ഇന്ന ആളിനെ പരിചയപ്പെടണ്ട, എനിക്ക് എങ്ങനെയല്ലോ എനിക്ക് പരിചയപ്പെട്ടാൽ മതി, വേണ്ട എനിക്ക്. അതിന്റെ കാരണം യു ആർ യുണീക്ക്. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം വ്യത്യസ്തമായ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇരട്ടകൾ പോലും ആണെങ്കിൽ അവർ രണ്ടിലും വ്യത്യാസമുണ്ട്. ഇവിടെ 2 പേരുണ്ട്. ഇരട്ടകളാണെങ്കിൽ പോലും അവരുടെ ഫിംഗർ പ്രിന്റും ഐ പ്രിന്റും DNA-യും എല്ലാത്തിനകത്തും ഡിഫറൻസാണ്. DNA of course will be the same, but the prints will be different. അതിന്റെ അർത്ഥം എന്താ? യു ആർ മെയ്ഡ് യുണീക്ക്. നിങ്ങളെപ്പോലെ രണ്ടാമത്തെ ആൾ ഭൂമിയിലില്ല. അതുകൊണ്ട് ഇപ്പം കണ്ണിന് പ്രിന്റുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പം അഡ്വാൻസ് ഇമിഗ്രേഷനിലൊക്കെ ചെല്ലുമ്പം കണ്ണ് കണ്ടാൽ മതി, പിന്നെ പാസ്പോർട്ട് കാണിക്കണ്ട, ക്രോസ് ചെയ്യാം. എന്നിട്ട് ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാ? തൻ്റെ സ്വരൂപവും സാദൃശ്യവും എന്താന്ന് ഭൂമിക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ. അതാ നിങ്ങൾ ലോകത്തോട് അനുരൂപരാകരുത്. അതാണ് ഇന്ന് ഞാൻ ആ പോസ്റ്റിനകത്ത്, നിങ്ങൾ എല്ലാ ദിവസവും 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റ് ഡെയിലി മെസ്സേജ് രാവിലെ കിട്ടുന്നുണ്ടായിരിക്കും. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആ മെസ്സേജിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അയച്ചാൽ മതി, യു വിൽ റിസീവ്. അതുകൂടാതെ ഒരു പോസ്റ്റാണ്. ഇഫ് ഞാനത് എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ മുമ്പോട്ടും പ്രോത്സാഹിപ്പിക്കാനോ വിശ്വാസത്തിൽ വളർത്തുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കൂട്ടിനകത്ത് കിടക്കുന്നത് പോലെ, കേജിനകത്ത് പോലെ. ബ്രേക്ക് ദാറ്റ് കേജ്, ബ്രേക്ക് ദാറ്റ് കേജ് ആൻഡ് കം ഔട്ട് ആൻഡ് വാക്ക് വിത്ത് ജീസസ്, ദി ഓഥർ ആൻഡ് ഫിനിഷർ. വാക്ക് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ കൂടെ നടന്നേ. അനി വായിച്ച് 3-ാമത്തെ അധ്യായം 1 കൊരിന്ത്യർ 3. God has given grace and Jesus is the grace. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരെ പോലെ സ്പിരിച്വൽ ആൾക്കാരെ പോലെ അല്ല, ജഡേന്മാരോടെന്ന പോലെ. ആരോടെ ഈ സംസാരിക്കുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷയുള്ള കൃപാവരം ജ്വലിക്കുന്ന ഒരു സഭയോടാ പറയുന്നത്, കൊരിന്ത്യ സഭ. പക്ഷെ കൊരിന്ത്യ സഭ ഒരു പോർട്ടായിരുന്നു. പല രാജ്യക്കാരവിടെ വന്നു പോവുകയും പല കൾച്ചേഴ്സും മിക്സ്ഡായി അവർ ലോകത്തോടങ്ങ് അനുരൂപരായി. അവൻ കൃപ പെരുകി വരാൻ പാപം പെരുകിയെടുത്ത് കൃപയും പെരുകി. ഉടനെ റോമർക്ക് എഴുതിയ ലേഖനം 6 പറയാം, അപ്പം കൃപ പെരുകാൻ പാപം ചെയ്യണോ? ഒരിക്കലും വരുത്. നോ. Grace has the power to change, but don't grieve the Holy Spirit. വായിച്ചേ. ക്രിസ്തുവിൽ ശിശുക്കളായവരോട് നിങ്ങൾ ഇവര് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അന്യഭാഷ ദശാംശം എല്ലാം കൊടുക്കുന്നവരാണ്. പക്ഷെ അതുകൊണ്ടായോ? ഇല്ല. ആത്മീയ ശിശുക്കളെ പോലെ നിങ്ങളോട് സംസാരിക്കുന്ന വരേണ്ടിയത് ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിയുന്നുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. പാല ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. കാര്യം എന്താ? ഇപ്പോഴും വിടുവിക്കുമെന്ന് കേൾക്കാനാണ് നിൽക്കുന്നത്. ഇപ്പോഴും വിടുവിക്കണം എന്ന് പറയുന്ന കേൾക്കുന്നത്. ഇപ്പോഴും ഒരു പ്രവചനവും ദൂതന്റെ പുറകെയല്ല നടക്കുന്നത്. ഞാൻ പ്രവചനവും ദൂതന്റെ എതിരെ അല്ല, അത് ഓർത്തോണം. പക്ഷെ അതല്ല എൻ്റെ എൻകറേജ്മെന്റ്. വ്യക്തിപരമായി ദിനംതോറും പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുന്നതാണ്, ദൈവാരൂപനായി മാറ്റം വരുത്തുന്നതാണ് ഏറ്റവും വലിയത് ദൈവം ആഗ്രഹിക്കുന്നത്.
ദൈവം ഗ്രീവ്ഡാ. എപ്പോഴാ? മനുഷ്യന്റെ മനസ്സിൽ വിക്കഡ്നെസ്, മനുഷ്യനെ ഉണ്ടാക്കിയല്ലോ എന്ന് ആയിപ്പോയി. അതാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, അനീതി കാരണം ദൈവം നിന്നെ കീറിക്കളയാൻ കൈയെടുത്തത്. അപ്പോഴേ പുത്രൻ ഇടയ്ക്ക് വന്ന് കീറപ്പെട്ടു. ദേഹം എന്ന തിരശ്ശീലയിലൂടെ നമുക്ക് വേണ്ടി ഒരു പുതിയ മാർഗം കോൺസെക്രേറ്റ് ചെയ്തു യേശു. യേശു അല്ലാതെ രക്ഷയില്ല. യേശു ഇല്ലാതെ മറ്റ് മാർഗമില്ല. അതുകൊണ്ടാണ് ആദ്യ കാലങ്ങളിൽ മാർഗം, പീപ്പിൾ ഓഫ് ദ വേ എന്നായിരുന്നു വിശ്വാസികളെ അറിഞ്ഞിരുന്നത്. പിന്നീട് കളിയാക്കിയതാണ് ക്രിസ്ത്യാനികൾ. അതിനെ പിന്നെ അത് മതവൽക്കരിച്ചു. നമ്മൾ ഒരു മതത്തിൻ്റെയും ഭാഗത്തിലല്ല. യു കോൾ മീ വാട്ട് എവർ, ബട്ട് ഐ എം നോട്ട് സോ. ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, citizen of heaven, bride of Christ, body of Christ, member of the whole household of God. That is what I am. You call me any name, you call me of any religion. I'm not what? I'm not that what you call me. I'm what God would call me. His bride, His loved one, His beloved. 1 Yohanan 3 പറയാ, ഓ ബിഹോൾഡ് വാട്ട് എ ലവ് ഓഫ് ഗോഡ് ദാറ്റ് വി ഷുഡ് ബി കോൾഡ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ബിഹോൾഡ് എന്ന് പറഞ്ഞാൽ യു കനോട്ട് കൺസീവ്. ഈ ഒറിജിനൽ ടെക്സ്റ്റിൽ നിന്നും there are Greek, കഴിഞ്ഞ ദിവസം രോഹിത് എന്നോട് പറഞ്ഞു, there are words which vocabulary cannot explain. അത്രയും വലുതാ ദൈവ സാന്നിധ്യം. ഈ ചെറിയ ബുദ്ധി, ഈ മണ്ടൻ ബുദ്ധിയുണ്ട് എൻ്റെ, ഇത് വെച്ച് പറയാൻ പറ്റാത്ത വാക്കുകൾ. കാര്യം അങ്ങനെ ഒരു വാക്കില്ല ഒരു നിഘണ്ടുവിലും. അതാ ദൈവത്തോടു കൂടെ നടക്കുമെന്ന് പറയാം. എന്നിട്ട് പറയാണ്, താഴ്ത്തു വായിച്ചു പെട്ടെന്ന്, ഭക്ഷണമല്ല പാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലേ. ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലേ. നിങ്ങളുടെ ഇടയിൽ ഈർച്ച പിണക്കം ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും. നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ അല്ല നിങ്ങളും ഞാനും. അങ്ങനെയല്ല നടക്കേണ്ടത്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം വേറെയാ. തന്നെ പോലെ നടക്കണം. തന്റെ സ്വന്തം സ്വരൂപത്തെ, അതാ പ്രതിബിംബിക്കുന്ന കണ്ണാടികളായി നാം എല്ലാവരും മാറും. അതിനുള്ള ശ്രമം മാത്രം മതി നമുക്ക്. അതിനുള്ള ആഗ്രഹമുണ്ടോ? സഹായിക്കാൻ പരിശുദ്ധാത്മാവുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗോഡ് ക്യാൻ ചേഞ്ച്. അതാണ് 2 കൊരിന്ത്യരിൽ പറയുന്നത്, ദൈവം തന്റെ കൃപ പെരുകുമാറാക്കും. അങ്ങനെ നിങ്ങൾ എല്ലാത്തിലും എല്ലായ്പ്പോഴും പൂർണ്ണ തൃപ്തി കൊടുപ്പാനുള്ള സമർത്ഥ്യം നിങ്ങളുടെ കയ്യിൽ കാണും. 2 കൊരിന്ത്യർ 9:8 കൃപ ഈസ് ദ പവർ ടു ചേഞ്ച്. നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, നിങ്ങളുടെ ജീവിതാവസ്ഥ മാറുമ്പം ആത്മീയ അവസ്ഥ മാറുന്തോറും സാമ്പത്തിക അവസ്ഥ മാറിക്കൊണ്ടിരിക്കും. ഓർത്തോണം, സാമ്പത്തിക അവസ്ഥ എൻ്റെ സ്പിരിച്വൽ ലെവൽ മാറുന്തോറും ഫിനാൻഷ്യൽ ലെവൽ ഉയർന്നുകൊണ്ടിരിക്കും. കാര്യം ഗോഡ് ക്യാൻ ട്രസ്റ്റ് യു നൗ വിത്ത് മണി ആസ് ഹി ക്യാൻ ട്രസ്റ്റ് യു വിത്ത് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. വായിച്ചേ, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും സകല സൽപ്രവൃത്തികൾക്കും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം കൃപ പെരുകുന്ന. ഗോഡ് വിൽ അബൗണ്ട് ഗ്രേസ്. ആൻഡ് വാട്ട് ഈസ് ഗ്രേസ്? ഇറ്റ് ഈസ് ചേഞ്ചിങ് എവറിഥിങ്. Noah found grace, and it changed the attitude of God towards Noah. ലോകത്തോടല്ല, നോയോട് തൻ്റെ മനസ്സ് മാറി. പരിശുദ്ധാത്മാവ് എന്നെ ദുഃഖിപ്പിക്കരുത്. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടുഡേ. ആരൊക്കെയാ ഇന്നത്തെ
സ്പോൺസേഴ്സ് നോക്കാം. ഇന്നത്തെ സ്പോൺസേഴ്സ് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ആരുമില്ല. Manu and Bindu celebrating their 29th wedding anniversary today. Arpukara. Alina and Bhushan, who are blessed with a baby born, Rafael Alina Bhushan, on November 18th by Grandma Kanyarankolam Trivandrum. Alina and Bhushan, God bless you. Bless the baby boy. Manum Bindum, God bless you. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ ഇരുവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈ സദ്വർത്താനം, ഈ സുവിശേഷം ലോകരാജ്യങ്ങളിൽ എത്തിക്കുവാൻ സാമ്പത്തികമായി സഹായിക്കുമ്പോൾ അങ്ങ് അത് സ്വീകരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന നിലയിൽ അനുഗ്രഹിക്കണം. അപ്പോൾ തന്നെ സാമ്പത്തികമായി നൽകുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഇത് ഈ മെസ്സേജ് എല്ലായിടത്തും ഷെയർ ചെയ്യാവുന്നിടത്തെല്ലാം ഷെയർ ചെയ്യുന്നതും കർത്താവെ ആ സുവിശേഷീകരണത്തിൻ്റെ ഭാഗം, ആ ഉത്സാഹം കാണിക്കുന്നവർ, ഇത് എല്ലാം വൈകുന്നേരം 8:30-9 മാറ്റിവെക്കുന്നവർ, ഇത് ശ്രദ്ധിക്കുന്നവർ, ജീവിതത്തിൽ മാനസാന്തരപ്പെടുന്നവർ, പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നവർ, അവരുടെ എല്ലാം ജീവിതത്തിൽ ഈ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓക്കെ, ഇതിനകത്ത് ജസ്റ്റിൻ ഹാഡ് സെൻഡ് മീ the translation. Be angry at sin, at immorality, at injustice, at ungodly behavior, yet do not sin. Do not let your anger cause you shame or allow it to cause shame. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് നാണക്കേടുണ്ടാകുന്നത്. Last until the sun goes down. Blessed be the name of Jesus. Sanib Alberts 302, Bivin Joseph 250, Sujimul Sujit 200, Joe Nimre 123, Annie Thomas 100, and Shaji Mundapara 99 അവരാണ് സ്റ്റാർസ് അയച്ചവർ. അജു അലോഷ്യസ്, തമ്പി വൈക്കം, അന്നുൽ ഷൺമുഖദാസ്, ജോഷ് ജോഷുവ, സാമുൽ, സിന്ധു ആണ് യൂട്യൂബ് 1 to 5, ആകാശ്, അഞ്ജുലിസ് ജോയ്, പരിമൾ കൊല്ലം, ഗിരീഷ് കുമാർ, റെനി ജെയിംസ് അവരാണ് 1 to 5. ഹല്ലേലൂയ. സോ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് കൂട്ടായ്മ ആചരിപ്പാൻ നൽകിയ സാവകാശത്തിനായി സ്തോത്രം. നാളത്തെ ലോകമെമ്പാടും ഹെവൻലി ഫീസിലെ സഭായോഗങ്ങൾ വലിയ മഹത്വമിറങ്ങുന്ന സഭായോഗങ്ങളായി മാറട്ടെ. അടിയൻ കർത്താവെ, ദുബായിൽ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ കരുണ അടിയൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. സഭായോഗം ആരും തന്നെ ഉപേക്ഷിക്കാതെ, ഒരാൾ പോലും ഭവനത്തിലിരിക്കാതെ സഭായോഗത്തിൽ ഫിസിക്കലി പോയി പങ്കെടുക്കുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ അനുഗ്രഹവും മഹത്വവും സാന്നിധ്യവും സമാധാനമുണ്ടാകട്ടെ, പരിപൂർണ സൗഖ്യമുണ്ടാകട്ടെ, സാമ്പത്തികമായ പുതുവഴികൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അകത്തൊരു ഉത്സാഹമുണ്ടാകട്ടെ. കർത്താവിൻ്റെ കൂടെ നടക്കും. കരുണയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇറ്റ്സ് എ സ്പെഷ്യൽ നൈറ്റ്, ഇസൻറ്റ് ഇറ്റ്? ഐ ഫീൽ സോ. എനിക്കൊരു വലിയ സ്പെഷ്യൽ നൈറ്റായിട്ട് തോന്നി ഇന്നത്തെ രാത്രി. ബിക്കോസ് ഗോഡ് വാസ് ഷെയറിങ് ഹിസ് ഹാർട്ട് ടുവേർഡ്സ് അസ്. നിങ്ങൾക്കറിയോ, ഇന്നർ ചേംബറിൽ ഞാൻ വരുമ്പം ഐ ഹിയർ വാട്ട് ഐ എം സ്പീക്കിംഗ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും. പിതാവ് എന്നിൽ നിന്ന് സംസാരിക്കുന്നത് ഞാനും കൂടെ കേൾക്കുക. ആൻഡ് ഐ മേക്ക് ദ ചേഞ്ച്. സോ ഗോഡ് ബ്ലെസ് യു. ജോലിക്ക് ഇറങ്ങുന്നവർ ധൈര്യത്തോടെ ഇറങ്ങണം. കിടന്നുറങ്ങാൻ പോകുന്നവർ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു. ആഴത്തിൽ അങ്ങേ അറിയുവാൻ എന്നേശുവേ കൊതിയായിടുന്നേ.